വിഷ്ണു ശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ ഗോപാലകൃഷ്ണൻ വിളിപ്പിച്ചതനുസരിച്ച് ശാലിനി ചെല്ലുന്നുണ്ട്. അന്നേരം എന്താണ് സംഭവിച്ചത്, വേലായുധൻ ആരാണെന്നൊക്കെ ശാലിനി ചോദിക്കുന്നുണ്ട്. അന്നേരം എൻ്റെ സുഹൃത്താണ് വേലായുധൻ എന്ന് പറയുന്നുണ്ട്. അന്നേരം അച്ഛൻ്റെ സുഹൃത്തിനെ എന്തിനാ വിഷ്ണുവേട്ടൻ കുത്തിയെന്ന് പറയുന്നത്, വിഷ്ണുവേട്ടനെല്ലാം നിരപരാധിയാണ്, എന്താണ് കാര്യങ്ങളെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അന്നേരം ഗോപാലകൃഷ്ണൻ മടിച്ചും കുറേയൊക്കെ കള്ളത്തരവൊക്കെയാണ് പറയുന്നുണ്ട്, ഒപ്പിച്ചൊക്കെയാണ് ഗോപാലകൃഷ്ണൻ പറയുന്നുണ്ട്. പിന്നെ വേലായുധനാണെങ്കിൽ മകളുടെ കല്യാണ ആവശ്യത്തിന് കുറച്ച് പണം എന്നോട് ചോദിച്ചിരുന്നു. അത് ഇത്തിരി ഒപ്പിച്ചു കൊടുക്കാൻ ഞാൻ വിഷ്ണുവിനോട് പറഞ്ഞിരുന്നു. ആ പൈസ കൊണ്ടാണ് വിഷ്ണു അന്നവിടെ പോയത്, അല്ലാതെ വിഷ്ണു അല്ല കുത്തിയത് എന്ന് പറയുന്നുണ്ട്. അന്നേരം ആ പൈസയുടെ കേസ് അവിടെ ശാലിനിക്ക് ക്ലിയർ ആവുന്നുണ്ട്. തുടർന്ന് പറയുന്നുണ്ട്, പിന്നെ എന്തിന് വിഷ്ണുവേട്ടൻ കുത്തിയെന്ന് പറയണം, എന്താണ് അവിടെ സംഭവിച്ചതെന്ന് എനിക്ക് അറിഞ്ഞേ മതിയാകൂ എന്ന് പറയുകയാണ്. അന്നേരം പിന്നെ വേലായുധനെ കുത്തിയത് ചാച്ചപ്പനാണെന്ന് ഗോപാലകൃഷ്ണൻ പറയുകയാണ്. അന്നേരം ചാച്ചപ്പനോ, അതാരാന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം വേലായുധനാണെങ്കിൽ ഈ ചാച്ചപ്പന് കുറച്ച് പൈസ കൊടുക്കാനുണ്ട്, അപ്പോൾ എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചതാണ്, ഞാൻ കൊടുക്കുകയും ചെയ്തു. പക്ഷേ വേലായുധനാണെങ്കിൽ ഈ ചാച്ചപ്പന് പൈസ കൊടുത്തില്ല, അപ്പോൾ അതിൻ്റെ പേരിൽ ആളെ ഇറക്കി ചെയ്യിപ്പിച്ചതാണ്. വേലായുധൻ്റെ കുത്ത് ചാച്ചപ്പൻ അറിയാതെ നടക്കില്ല എന്നിങ്ങനെ പറയുകയാണ്. ഇതാണ് സംഭവിച്ചത് എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം വിഷ്ണുവേട്ടനെ പുറത്തിറക്കിയേ മതി, അതുകൊണ്ട് എനിക്ക് വ്യക്തമായിട്ട് കാര്യങ്ങൾ മനസ്സിലായേ സാധിക്കൂ, അതുകൊണ്ട് ഈ ചാച്ചപ്പനെ എവിടെ ചെന്നാൽ കാണാൻ പറ്റും എന്നിങ്ങനെ ചോദിക്കുകയാണ്. അന്നേരം അത് മോളെ എന്ന് പറഞ്ഞിങ്ങനെ ഗോപാലകൃഷ്ണൻ നിൽക്കുന്നുണ്ട്. അന്നേരം ആ മീൻ മാർക്കറ്റൊക്കെയാണ് ഇങ്ങനെ എടുത്ത് കാണിക്കുന്നത്. അതനുസരിച്ച് ശാലിനി അങ്ങോട്ട് പോകുന്നുണ്ട്. അതേസമയം അവിടെ ആശുപത്രിയിലാണെങ്കിൽ വേലായുധൻ ഇങ്ങനെ മോളോട് പറയുന്നുണ്ട്, എപ്പോൾ പോകാൻ പറ്റുമോ, നീ പോയി ചോദിക്കാം. അന്നേരം ഞാൻ ചോദിച്ചില്ല എന്ന് പറയുമ്പോൾ, പോയി ചോദിക്കാം, നമുക്ക് ഇന്ന് തന്നെ പോകാമെന്നൊക്കെ പറഞ്ഞ് വേലായുധൻ അവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കുകയാണ്. ഈ സമയത്ത് IG ഹമീദും സബ് ഇൻസ്പെക്ടറും ഒക്കെ ആയിട്ട് വരുന്നുണ്ട്. അന്നേരം വേലായുധ സുഖം തന്നെയല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. ഇപ്പോൾ കുഴപ്പമൊന്നും ഇല്ലല്ലോ, കാര്യങ്ങൾ സംസാരിക്കുന്നതിന് ബുദ്ധിമുട്ട് ഒന്നും ഇല്ലല്ലോ എന്നും ചോദിച്ചുകൊണ്ട് ഹമീദ് ആണെങ്കിൽ ഇവിടെ കസേരയിലേക്ക് ഇരിക്കുന്നുണ്ട്. അതിന് കുഴപ്പമൊന്നും ഇല്ല എന്ന് പറയുകയാണ്. തുടർന്ന് ഇനി കാര്യത്തിലേക്ക് വരാമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ വിഷ്ണുവിൻ്റെ ആൾക്കാർ ഗോപാലകൃഷ്ണനാണെങ്കിൽ വിഷ്ണുവിനെ പറഞ്ഞു വിട്ട് എന്തിനാണ് വേലായുധനെ കുത്തിയത്, എന്തിനാണ് ആ പൈസ ഇടപാട് എന്താണ് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. വിഷ്ണു അല്ലേ അത് ചെയ്തതെന്നൊക്കെ പറഞ്ഞ് വിഷ്ണുവിൻ്റെ മേലെ കുറ്റം ആരോപിച്ചങ്ങ് ഹമീദ് സംസാരിക്കുന്നുണ്ട്. അന്നേരം വേലായുധൻ അങ്ങ് ചിരിക്കുകയാണ്. എന്നിട്ട് വേലായുധൻ പറയുന്നുണ്ട്, നിനക്ക് പോലീസ് പ്രൊട്ടക്ഷൻ തരാമെന്നൊക്കെ, ആരും പേടിക്കണ്ടെന്നൊക്കെ ഹമീദ് പറയുകയാണ്. അന്നേരം ചിരിച്ചുകൊണ്ട് വേലായുധൻ പറയുന്നുണ്ട്, എന്നോട് പോലീസുകാർക്ക് ഏമാന്മാർക്ക് ഇത്രയും സ്നേഹമുണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല, പിന്നെ വിഷ്ണുവിന് ഈ പോലീസുകാർക്കിടയിൽ തന്നെ ഇത്രയും ശത്രുക്കളുണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം അതൊക്കെ വിട്, നീ കാര്യത്തിലേക്ക് വാ, എന്തിനാണ്, ഏത് കൊലപാതകം ഒളിപ്പിക്കാനാണ് നീ വിഷ്ണുവിൻ്റെ ഗോപാലകൃഷ്ണനിൽ നിന്നും പൈസ വാങ്ങിച്ചത്, എങ്ങനെയാണ് കാര്യങ്ങൾ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അന്നേരം ഞാൻ ഗോപാലകൃഷ്ണനോട് പണം ചോദിച്ചില്ല എന്ന് പറയുകയാണ്. അന്നേരം പിന്നെ എന്തിനാണ് വിഷ്ണുവിടെ പൈസ ആയിട്ട് വന്നതെന്ന് ഹമീദ് ചോദിക്കുന്നുണ്ട്. അന്നേരം വിഷ്ണു ആണെങ്കിൽ പലിശയ്ക്ക് പൈസ കൊടുക്കുമല്ലോ, അപ്പോൾ എൻ്റെ മകളുടെ കല്യാണം നടത്താനായിട്ട് ഞാൻ കുറച്ച് പൈസ ചോദിച്ചു, അതുകൊണ്ട് വന്നതാണ്, അതിന് ആവശ്യത്തിന് വന്നതാണ് എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഈ ഹമീദിൻ്റെ ഭാവം അങ്ങോട്ട് മാറുകയാണ്. അപ്പോൾ വിഷ്ണുവിൻ്റെ കൂടെ വന്ന ആൾക്കാരാണല്ലോ നിന്നെ കുത്തിയതെന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം അതൊന്നുമല്ല, വിഷ്ണു അല്ല എന്നെ കുത്തിയത് എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം നീ അങ്ങനെയല്ലല്ലോ പറഞ്ഞത്, അന്ന് മൊഴി മാറ്റി പറയുന്നത് എന്തിനാണ്, അന്ന് വിഷ്ണു അല്ലേ നിന്നെ കുത്തിയത്, വിഷ്ണുവിൻ്റെ ആൾക്കാരാണ് നിന്നെ കുത്തിയതെന്നല്ലേ നീ പറഞ്ഞതെന്ന്. അന്നേരം എൻ്റെ സാറേ, ഞാനാണെങ്കിൽ എന്നെ കുത്തിയത് ചാച്ചപ്പനാണ് എന്ന് പറയുന്നുണ്ട്, വിഷ്ണു ഒന്നും അല്ല എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം ഈ ഹമീദിന് അകപ്പാട് ദേഷ്യം വരുന്നുണ്ട്. ഹമീദ് ചൂടായിട്ട് സംസാരിക്കണം, നീ ആരെയാണ് പേടിക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആദ്യം ചൂടായിട്ട് സംസാരിച്ചിട്ട് പിന്നെ പറയുന്നുണ്ട്, വേലായുധ നീ ഒന്നും പേടിക്കേണ്ട, നീ ഉള്ള കാര്യം ഉള്ളതുപോലെ പറയും, വിഷ്ണു എന്തിനാണ് വിഷ്ണുവിൻ്റെ ആൾക്കാർ കുത്തിയത് എന്നെയും ചോദിക്കുന്നുണ്ട്. അന്നേരം എൻ്റെ പൊന്ന് സാറേ, വിഷ്ണു ഒന്നും അല്ല എന്നെ കുത്തിയത്, ആ ചാച്ചപ്പനാണെന്ന് പറയുന്നുണ്ട്. അന്നേരം ഹമീദ് ആകപ്പാട് ദേഷ്യപ്പെട്ടിരിക്കുകയാണ്. അന്നേരം ഈ പെൺകുട്ടിയും പറയുന്നുണ്ട്, അച്ഛൻ പറയുന്നത് ശരിയാണ്, ആ ചേട്ടനൊന്നും അല്ല അത് ചെയ്തത്, വിഷ്ണു ചേട്ടൻ പൈസയുമായിട്ട് വീട്ടിൽ വന്നപ്പോഴാണ് അച്ഛൻ കുത്തുകൊണ്ട് കിടക്കുന്ന കാര്യം അറിഞ്ഞത് തന്നെ എന്ന് പറയുന്നുണ്ട്. അന്നേരം അച്ഛനും മോളും കൂടി പോലീസുകാരെ നാടകം കളിപ്പിക്കുകയാണോ, പിന്നെ ഒരു ദിവസം നിന്നെ എനിക്ക് കിട്ടിയാൽ മതി, നിൻ്റെ ആയുർരേഖ ഞാൻ മാറ്റിക്കളയും, ലോക്കപ്പിൽ കിട്ടിയാൽ മാറ്റിക്കളയും എന്നൊക്കെ ഇങ്ങനെ ഹമീദ് ഭീഷണിപ്പെടുത്തുന്നുണ്ട്. അന്നേരം പറയുന്നുണ്ട്, സാറേ അപ്പോൾ ചാച്ചപ്പനാണെന്ന് ഈ വേലായുധൻ വീണ്ടും പറയുകയാണ്. അന്നേരം ഇത്രയും നാളും ഇല്ലാത്ത ചാച്ചപ്പൻ എവിടെ നിന്ന് വന്നു, അവൻ നിന്നെ എന്തിനാണ് കുത്തുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം അവന് ഞാനുമായിട്ട് കുറച്ച് പൈസ ഇടപാടുണ്ടായിരുന്നു, അപ്പോൾ ആ പൈസ കൊടുക്കാതെ മകളുടെ കല്യാണം നടത്താൻ നോക്കിയപ്പോൾ എന്നെ തീർക്കാനുള്ള പരിപാടിയായിരുന്നു, അങ്ങനെ കല്യാണം മുടക്കാനായിരുന്നു, പക്ഷേ എൻ്റെ ആയുസിൻ്റെ ബലം കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു എന്ന് പറയുകയാണ്. അന്നേരം നിൻ്റെ ആയുസിൻ്റെ വില ഞാൻ തീർത്ത് തരാം എന്നൊക്കെ പറഞ്ഞ് ഹമീദ് ദേഷ്യപ്പെടുമ്പോൾ ഡോക്ടർ വരുന്നുണ്ട്. അന്നേരം ഇതൊരു ഹോസ്പിറ്റലാണ്, പിന്നെ ഇയാൾ അപകടനില കൂടുതൽ തരണം ചെയ്തിട്ടില്ല, റെസ്റ്റാണ് വേണ്ടത് എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം ഹമീദ് അടങ്ങുന്നുണ്ട്. അപ്പോൾ ഹമീദിന് ഈ വേലായുധൻ മൊഴി മാറ്റി പറഞ്ഞാൽ ആകെ ഇങ്ങനെ അരിശം കൊണ്ടിരിക്കുകയാണ്. അന്നേരം ഡോക്ടർ കൂടി അങ്ങനെ പറയുമ്പോൾ ഒന്നും പറയാനാവാതെ, വേലായുധ നമുക്കൊന്നുകൂടി കാണേണ്ടി വരും എന്ന് പറഞ്ഞിട്ട് ഈ ഹമീദ് ദേഷ്യപ്പെട്ട് അവരോടൊപ്പം പോവുകയാണ്, പോലീസുകാരെയും കൊണ്ട് പോകുന്നുണ്ട്. അന്നേരം വേലായുധനും ഡോക്ടർ ചോദിക്കുന്നുണ്ട്, എന്താ വേലായുധ ഇതൊക്കെയെന്ന്. അന്നേരം ഇതൊക്കെ എനിക്ക് ശീലമാണ് ഡോക്ടറെ, എനിക്ക് എപ്പോൾ പോകാൻ പറ്റുമെന്നും പറഞ്ഞ് വേലായുധൻ ഡോക്ടറോട് ചോദിച്ചുകൊണ്ട് നിൽക്കുകയാണ്.
അതേസമയം അവിടെ മീൻ മാർക്കറ്റിൽ ഒരു മീനിൻ്റെ ലേലം വിളി ഇങ്ങനെ നടക്കുന്നുണ്ട്. അന്ന് 2-3 പേര് ഇങ്ങനെ വിളിച്ച് മുന്നോട്ട് നിൽക്കുമ്പോൾ ഈ ചാച്ചപ്പൻ വരുന്നുണ്ട്. അവർ പറഞ്ഞതിനെക്കാട്ടിയും കൂടുതൽ തുക പറയുകയാണ്. എന്നിട്ട് ഈ ചാച്ചപ്പൻ വിളിച്ചതിൻ്റെ മേളിൽ പിന്നെ ആരും വിളിക്കാറില്ല, അത് ഇത് വെച്ചോ എന്നും പറഞ്ഞ് പൈസ കൊടുക്കുന്നുണ്ട്. അന്നേരം വിളിച്ചുകൊണ്ട് നിന്നവർ തർക്കിക്കുകയാണ്. അതങ്ങനെ ശരിയാവും, ലേലം തീർന്നിട്ടില്ലല്ലോ, ഞാനാണ് ഇപ്പോൾ വിളിച്ചത്, ഇനിയും തുടരുമെന്ന് പറയുകയാണ്. അന്നേരം ഈ ഗുണ്ടകളെ കൊണ്ട് ഈ പറഞ്ഞ ആളിനെ ഒതുക്കാനുള്ള ശ്രമമൊക്കെ അവിടെ ചാച്ചപ്പൻ അങ്ങോട്ട് നടത്തുകയാണ്. അന്നേരം ഈ സമയത്ത് ശാലിനി അവിടെ എത്തുന്നുണ്ട്. ശാലിനി ഈ പറഞ്ഞതിനെക്കാട്ടി 3250 എന്നും പറഞ്ഞ് വിളിച്ചുകൊണ്ട് വരികയാണ്. അന്നേരം പിന്നെ ഇവിടുത്തെ ചാച്ചപ്പൻ ഉറപ്പിച്ച ലേലമാണ്, തട്ടകം വേറെയാണ് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്, ശാലിനിയോട് പറയുന്നുണ്ട്. അന്നേരം എന്തായാലും ഞാനല്ലേ ഇപ്പോൾ വിളിച്ച് മുന്നിട്ട് നിൽക്കുന്നത്, അതുകൊണ്ട് ഞാനാണ് കൊണ്ടുപോകുന്നതെന്ന് പറയുന്നുണ്ട്. അന്നേരം പിന്നെ കൊണ്ടേ പോവുകയല്ലേന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം കൊണ്ടേ പോകുമെന്ന് ഇങ്ങനെ ശാലിനി പറയുന്നുണ്ട്. അന്നേരം ഈ കൂടെ വന്ന ഗുണ്ടകളോടാണെങ്കിൽ ഈ മോൾക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ കൊടുക്ക്, അടിച്ചൊതുക്ക് എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം ഈ ഗുണ്ടകൾ ശാലിനി ഇങ്ങനെ അടിക്കാൻ വരുന്നുണ്ട്. അവിടെ ഒരു ഉഗ്രം ഫൈറ്റ് സീനാണ്. ഈ ശാലിനിയും ഗുണ്ടകളും തമ്മിൽ പൊരിഞ്ഞ അടി നടക്കുന്നുണ്ട്. മാർക്കറ്റിൽ വന്ന പെണ്ണുങ്ങളൊക്കെ ഇങ്ങനെ ഒന്നും വിട്ട് നോക്കിയിരിക്കുകയാണ് ഈ ശാലിനിയുടെ അടിയൊക്കെ കണ്ടിട്ട്. ശാലിനിക്കും കിട്ടുന്നുണ്ട്, ശാലിനി നന്നായിട്ട് അങ്ങോട്ടും കൊടുക്കുന്നുണ്ട്. അവസാനം അവരൊക്കെ അങ്ങ് നിലംപരി ചായതിനു ശേഷം പിന്നെ ഈ ചാച്ചപ്പൻ വരുന്നുണ്ട് ശാലിനി അടിക്കാനായിട്ട്. ആദ്യം ശാലിനിക്ക് കിട്ടുന്നുണ്ട്, പക്ഷേ തിരിച്ച് ശാലിനി നന്നായിട്ട് പെരുമാറുകയാണ്. അവസാനം അടി കൊണ്ട് ചാച്ചപ്പൻ താഴെ വീഴുമ്പോൾ ഈ ശാലിനിയാണെങ്കിൽ പിന്നെ ചാച്ചപ്പൻ്റെ നെഞ്ചിലേക്ക് ഇങ്ങനെ ആഞ്ഞു ചവിട്ടി നിൽക്കുകയാണ്. എന്താ ഇത്രയേ ഉള്ളൂ, നീ ഒന്ന് അറിഞ്ഞു നിന്നാലും നീയൊന്നും ഇനി ഇല്ല എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം ഇതൊക്കെ കണ്ട വളരെ ആവേശത്തിൽ, ആദ്യം വിഷമിച്ച് രാമേട്ടൻ നിൽക്കുന്നെങ്കിലും ശാലിനിയുടെ അടി കണ്ട ആവേശത്തിൽ നിൽക്കുകയാണ്. സമയത്ത് സോമശേഖരനും ബാക്കി പോലീസുകാരെയൊക്കെ എത്തുന്നുണ്ട്. എന്നിട്ട് അപ്പോൾ ഈ അടി കൊണ്ട് കിടക്കുന്ന ചാച്ചപ്പൻ പറയുകയാണ്, പിന്നെ മീനെടുത്തോ, ചീഞ്ഞു പോകും, കൊണ്ടുപോകുമോ എന്ന് പറയുകയാണ്, ആകെ പേടിച്ച്. അന്നേരം ഇപ്പോൾ ചീഞ്ഞു പോകുന്നത് നീയാണ്, പിന്നെ ഇനി എനിക്ക് അത്യാവശ്യപ്പെട്ടൊരു സ്ഥലത്ത് എത്തിക്കേണ്ടതുണ്ട് എന്ന് പറയുമ്പോൾ ഈ പോലീസുകാരെത്തുന്നുണ്ട്. അന്നേരം എല്ലാത്തിനെയും പിടിച്ച് കയറ്റുമെന്ന് ഇങ്ങനെ ശാലിനി പറയുമ്പോൾ എസ് മാഡം എന്ന് പറഞ്ഞിട്ട് ആ ചാച്ചപ്പനെയും ഗുണ്ടകളെയൊക്കെ പോലീസ് ജീപ്പിലേക്ക് കയറ്റുന്നുണ്ട്. അന്നേരം എല്ലാവരും ഇങ്ങനെ ശാലിനിയെ അന്തം വിട്ട് നോക്കി നിൽക്കുകയാണ്. അന്നേരം മാഡം എന്നും പറഞ്ഞ് രാമേട്ട് ഓടി ചെല്ലുന്നുണ്ട്. തുടർന്ന് ശാലിനി സ്ലോ മോഷനിലാണ് കാർ കയറി ഇങ്ങനെ പോകുന്നുണ്ട്. ആ ഒരു ഫൈറ്റ് സീനാണ് അവിടെ കാണിക്കുന്നത്. അതേസമയം അവിടെ കോടതിയിൽ വിഷ്ണുവിനെ ഹാജരാക്കുന്നുണ്ട്. വിഷ്ണുവിന് വേണ്ടി അർജുനും ഹാജരാവുന്നുണ്ട്. അന്നേരം കോടതിക്ക് മുമ്പാകെ സത്യം മാത്രമേ ബോധിപ്പിക്കുകയുള്ളൂ എന്ന് വിഷ്ണുവിനെ കൊണ്ട് പ്രതിജ്ഞയൊക്കെ ചെയ്തിട്ട് എതിർഭാഗം വക്കീലാണെങ്കിൽ പേര് ചോദിക്കുന്നുണ്ട്. അന്നേരം വിഷ്ണു എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം ജോലി എന്താണെന്ന് ചോദിക്കുമ്പോൾ ജോലി എന്ന് പറഞ്ഞ് വിഷ്ണുവും തപ്പുന്നുണ്ട്. അന്നേരം പൊതുസമൂഹത്തിൽ പറയാനായിട്ട് അറപ്പും വെറുപ്പുള്ള എന്തെങ്കിലും ജോലിയാണോ, ജോലി എന്തെങ്കിലും ചെയ്യുന്നില്ലേ, പറയണം എന്നിങ്ങനെ പറയുമ്പോൾ പണം പലിശയ്ക്ക് കൊടുക്കും എന്നിങ്ങനെ വിഷ്ണു പറയുന്നുണ്ട്. അന്നേരം വട്ടി പലിശയ്ക്ക് അല്ലേന്ന് ചോദിക്കുന്നു, കൊള്ള പലിശയ്ക്ക് അല്ലേന്ന് ചോദിക്കുകയാണ്. അന്നേരം വിഷ്ണു ഒന്നും മിണ്ടുന്നില്ല. തുടർന്ന് ചോദിക്കുന്നുണ്ട്, 100-ന് 10 ആണോ 20 ആണോ 50 ആണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അന്നേരം അർജുൻ എണീച്ചു എന്ന് പറയുന്നുണ്ട്, പിന്നെ എൻ്റെ കക്ഷിയോട് കാര്യങ്ങൾ ചോദിച്ച് ഈ കേസുമായിട്ട് ബന്ധമില്ലാത്ത കാര്യങ്ങളാണ് ചോദിക്കുന്നത്, മനഃപൂർവ്വം പിന്നെ മാനസിക ഇത് തെറ്റുകയാണെന്നൊക്കെ പറഞ്ഞ് വാദിക്കുകയാണ് അർജുനാണെങ്കിൽ. അന്നേരം ഈ എതിർഭാഗം വക്കീൽ പറയുന്നുണ്ട്, വേലായുധൻ എന്ന ഒരാളിനെയാണ് കുത്തിയിരിക്കുന്നത്, അതും പണം പിന്നെ ആവശ്യപ്പെട്ടു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പ്രതിയുടെ പിന്നെ ബാക്ക്ഗ്രൗണ്ടൊക്കെ അറിയേണ്ടതായിട്ടുണ്ട്, എങ്ങനെയുള്ള ആളാണ്, ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടോ, സ്വഭാവം എങ്ങനെയാണ്, അതൊക്കെ അറിയേണ്ടതുണ്ട്, അതിനുവേണ്ടി ചോദിച്ചാണെന്ന് പറയുമ്പോൾ ജഡ്ജി ഈ എതിർഭാഗത്തിനോട് വാദിക്കാനായിട്ട് പറയുന്നുണ്ട്. അർജുൻ പോയങ്ങിരിക്കുന്നുണ്ട്. തുടർന്ന് ഈ ബാങ്കിലെ പലിശ കണക്കൊക്കെ ഇയാൾ പറയുന്നുണ്ട്. വാണിജ്യ ബാങ്കുകൾ ഈടാക്കുന്ന പലിശയ്ക്ക് മാത്രമേ കൊടുക്കാവൂ എന്നാണ്, പക്ഷെ അതിൽ കൂടുതൽ കൊടുത്താൽ കേസെടുക്കാം, ശിക്ഷ എടുക്കാം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അന്നേരമാണെങ്കിൽ വീണ്ടും അർജുൻ എഴുന്നേറ്റ് വരികയാണ്. അർജുൻ പറയുന്നുണ്ട്, എൻ്റെ എതിർഭാഗം വക്കീൽ പറഞ്ഞല്ലോ ഇങ്ങനെ പലിശയ്ക്ക് കൊടുക്കുന്ന കാര്യം, ഒരു ഞായറാഴ്ച പണി എന്നൊരു കാര്യമുണ്ട്, അത് കേട്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഞായറാഴ്ചകളിൽ 1000 രൂപ വന്ന് കൊടുത്തിട്ട് പിറ്റേ ആഴ്ച വന്നിട്ട് 2000 രൂപ വാങ്ങിക്കുന്നൊരു ഏർപ്പാടുണ്ട്, പക്ഷേ അവരാണെങ്കിൽ വന്ന് കൊടുക്കുന്നതും പോകുന്നതും ഒന്നും അറിയാറില്ല എന്ന് പറയുന്നുണ്ട്. അതിനു മുമ്പേ വിഷ്ണുവിനോട് ചോദിക്കുന്നുണ്ട് എതിർഭാഗം വക്കീൽ, നിങ്ങളുടെ സ്ഥാപനത്തിൻ്റെ ബോർഡ് വെച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം ഇല്ല എന്നിങ്ങനെ വിഷ്ണു പറയുന്നുണ്ട്. അന്നേരം ലൈസൻസ് ഉണ്ടെങ്കിൽ മാത്രമല്ലേ ബോർഡ് വെക്കാനായിട്ട് സാധിക്കുകയുള്ളൂ, അല്ലാതെ ഇങ്ങനെ പണം കൊടുക്കുന്നതിന് കേസെടുക്കാനുള്ള സാധ്യതയുണ്ട്, അതിന് നിയമമുണ്ട് എന്നൊക്കെ ഇയാൾ വാദിക്കുമ്പോഴാണ് അർജുൻ പറയുന്നത് ഈ ഞായറാഴ്ച പണിയുടെ കാര്യം. അവരിങ്ങനെ വന്ന് സാധാരണക്കാരെ ആശ്രയിക്കാനുള്ളത് ഇവരെ തന്നെയാണ്, അവർക്കെതിരെ ആരും കേസിനും പോകുന്നില്ല, ഒന്നിനും പോകുന്നില്ല. അവരാണെങ്കിൽ വരുന്ന പൈസ കൊടുക്കുന്നതും പൈസ തിരിച്ചുകൊണ്ട് പോകുന്നതും അറിയത്തില്ല, അവർക്ക് സ്വന്തമായിട്ട് വാഹനം ഓടിക്കാനുള്ള ലൈസൻസ് പോലും കാണില്ല, ഇതൊക്കെ സാധാരണക്കാരുടെ ആശ്രയമാണ്. അങ്ങനെയുള്ള ഈ നാട്ടിൽ എൻ്റെ കക്ഷിയാണെങ്കിൽ ഒരു പിന്നെ എതിർഭാഗം വക്കീലാണെങ്കിൽ എൻ്റെ കക്ഷി വെറും പ്രതിസ്ഥാനമാക്കാനുള്ള മലർപ്പിടിക്കാരൻ്റെ സ്വപ്നം പോലെ ആവുകയാണ് എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം അതും ഈ എതിർഭാഗം വക്കീൽ പിടിച്ചു കയറുന്നുണ്ട്.
പറയുന്നുണ്ട്, എൻ്റെ സുഹൃത്ത് അർജുൻ പറഞ്ഞതുപോലെ മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നം പോലെ ആകും ഏതൊരു വക്കീലിനും കേസ് ജയിക്കണമെന്നാണല്ലോ, അപ്പോൾ തോക്കുമെന്നാകുമ്പോൾ ഇങ്ങനെ വെറുതെ പറയുന്നതാണെന്നും പറഞ്ഞ് ഇയാൾ തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വാദിക്കുന്നുണ്ട്. തുടർന്ന് അർജുൻ പറയുന്നുണ്ട്, ഇത് വെറും പിന്നെ കെട്ടിച്ചമച്ചുണ്ടാക്കിയൊരു കേസ് മാത്രമാണ്. വേലായുധൻ കുത്തി എന്ന് വിഷ്ണുവിനെതിരെ ആരോപിക്കുന്നത് ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ടുള്ള ആളാണ് വേലായുധൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് എത്രത്തോളം വിശ്വസിക്കാമെന്ന് കോടതിക്ക് ബോധ്യമാകുമല്ലോ. മകളുടെ കല്യാണം എന്ന് പറഞ്ഞത് കൊണ്ടാണ് എൻ്റെ വിഷ്ണു ആണെങ്കിൽ ഒരു സഹായഹസ്തം എന്ന പോലെ പൈസ നീട്ടിയത്. അപ്പോൾ അത് തിരിച്ചു കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വിഷ്ണുവിനെ ഇങ്ങനെ പ്രതിയാക്കുന്നത് എന്നിങ്ങനെ പറഞ്ഞ് വാദിക്കുന്നുണ്ട്. അപ്പോൾ ഈ കോടതിയിലേക്കാണെങ്കിൽ ഒരാളിങ്ങനെ കയറി വരുന്നുണ്ട്, ഒരു ഗുണ്ട പോലെ തോന്നിക്കുന്ന ഒരാൾ കയറി വന്ന് അവിടേക്ക് ഇരിക്കുന്നുണ്ട്. അന്നേരം ഈ എതിർഭാഗം വക്കീൽ വിഷ്ണുവിനോട് ചോദിക്കുന്നുണ്ട്, ബോധിലാൽ 58 വയസ്സ് എന്ന് പറഞ്ഞിട്ട് കുറേ വർഷങ്ങൾ മുമ്പുള്ള കേസാണ്. അയാൾ ഒരു മൂക്കിൻ്റെ പാലം ഒടിഞ്ഞതിന് താലൂക്ക് ആശുപത്രി ചികിത്സ തേടിയിരുന്നു, കുറച്ച് മുമ്പുള്ള കഥയാണ്, അറിയാമോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം വിഷ്ണുവിൻ്റെ ഭാവം ഇങ്ങനെ മാറുന്നുണ്ട്. അറിയാമെന്നിങ്ങനെ വിഷ്ണു പറയുന്നുണ്ട്. അന്നേരം അറിയാതിരിക്കാനായിട്ട് വഴിയില്ല, അന്ന് അയാളുടെ മൂക്കിൻ്റെ പാലം ഇടിച്ച് തെറിപ്പിച്ചത് ഒരു വിഷ്ണുവാണ്, ഇടിവള വിഷ്ണുവാണ്, പലിശ കറക്റ്റ് കൊടുക്കാത്തതിനാണ് എന്നിങ്ങനെ പറയുമ്പോൾ വിഷ്ണു ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അതിന് അർജുൻ ഇത് ശ്രദ്ധിച്ച് നിൽക്കുന്നുണ്ട്. ഇത്രയുമാണ് ഈ എപ്പിസോഡ് കാണിക്കുന്നത്. അന്നേരം വ്യക്തമായൊരു തെളിവാണ് ഞാനിവിടെ ഹാജരാക്കാൻ പോകുന്നത് എന്നിങ്ങനെ എതിർഭാഗം വക്കീൽ പറയുന്നുണ്ട്. അപ്പോൾ വിഷ്ണുവിനെതിരെ പണ്ടത്തെ കേസെങ്കിൽ എന്തെങ്കിലുമൊക്കെ കുത്തിപ്പൊക്കി കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. പക്ഷേ അതൊന്നും അവിടെ നിലനിൽക്കില്ല. ശാലിനി ആണെങ്കിൽ ആ ഒരു കറക്റ്റ് സമയത്ത് തന്നെ ചാച്ചപ്പനെയും ഗുണ്ടകളെയും കൊണ്ടുവരും, എന്നിട്ട് അത് ഒരു കുറ്റം അവിടെ ഏറ്റു പറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ വിഷ്ണുവിനെ വെറുതെ വിടുകയും ചെയ്യും. പിന്നെ ഐജിയോട് വേലായുധൻ പറഞ്ഞല്ലോ, വിഷ്ണു അല്ല കുത്തിയത് ചാച്ചപ്പനാണ് എന്നുള്ളത്. അപ്പോൾ വിഷ്ണുവിനെ അവിടെ ഒന്ന് ഇറക്കിക്കൊണ്ട് പോരാനായിട്ട് സാധിക്കും. പക്ഷേ ആ ഒരു കൊലപാതകത്തിൻ്റെ കേസും വിഷ്ണുവിന് കുഴപ്പമൊന്നുമില്ല, തലകറക്കം അങ്ങനെ പ്രശ്നമൊന്നുമില്ല, വിഷ്ണു നല്ലപോലെ നിൽക്കുന്നുണ്ട്. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് വിഷ്ണുവിന് ഇതിങ്ങനെ വിട്ട് വരുന്നുണ്ട്. അതിന് എന്തെങ്കിലും പ്രശ്നത്തിലേക്ക് പോകുമോ എന്നുള്ളതാണ്. കണ്ടുപിടിക്കുമെന്ന് നോക്കാം. ഓക്കെ, താങ്ക് യു.